മുൻ പിണറായി വിജയൻ സർക്കാരിന്റെ നയങ്ങളല്ല, മറിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത പുതിയ യുഡിഎഫ് സർക്കാരിന്റെ നയങ്ങളാണ് ഇനി മുതൽ സംസ്ഥാനത്ത് പൂർണ്ണമായും നടപ്പാക്കാൻ പോകുന്നതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നലെ വളരെ ശക്തമായി പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രസ്താവനയുടെ ഏറ്റവും കൃത്യമായ പ്രതിഫലനമാണ് കിഫ്ബിയുടെ കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഈ പുനഃപരിശോധന നിലപാട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷം എന്ന നിലയിൽ യുഡിഎഫ് ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചതും സാമ്പത്തിക അശാസ്ത്രീയത ആരോപിച്ചതുമായ ഒന്നായിരുന്നു കിഫ്ബി. ഭരണഘടനയ്ക്ക് പുറത്തുള്ള കടമെടുപ്പും ബജറ്റിന് പുറത്തുള്ള സാമ്പത്തിക ഇടപാടുകളും വഴി സംസ്ഥാനത്തെ വലിയൊരു കടക്കെണിയിലേക്കാണ് കിഫ്ബി തള്ളിവിട്ടതെന്നായിരുന്നു അന്ന് ഉയർന്നുവന്ന പ്രധാന വിമർശനം. എന്നാൽ നിലവിലിപ്പോൾ ഈ കിഫ്ബിയെക്കുറിച്ച് വളരെ വിശദവും സമഗ്രവുമായ പഠനം നടത്തിവരികയാണ് യുഡിഎഫ് സർക്കാർ. ഇതിനായി മാത്രമായി ഒരു പ്രത്യേക വിദഗ്ധ സമിതിയെ നിയോഗിക്കാനാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. കിഫ്ബി വഴി നടപ്പിലാക്കിയ പദ്ധതികളുടെ സുതാര്യത, സാമ്പത്തിക ബാധ്യതകൾ, സംസ്ഥാനത്തിന്റെ ദീർഘകാല കടക്കെണി എന്നിവയെല്ലാം ഈ സമിതി വിശദമായി പരിശോധിക്കും. ഈ പ്രത്യേക കമ്മിറ്റി സമർപ്പിക്കുന്ന അന്തിമ റിപ്പോർട്ടിന്റെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും കിഫ്ബിയുടെ ഭാവി കാര്യങ്ങളിലും അതിന്റെ തുടർച്ചയുടെ കാര്യത്തിലും സർക്കാർ ഒരു നയപരമായ അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുകയുള്ളൂ. ദ്രുതഗതിയിലുള്ള ഒരു നിരോധനമോ അല്ലെങ്കിൽ അന്ധമായ തുടർച്ചയോ ആയിരിക്കില്ല, മറിച്ച് കൃത്യമായ ധനകാര്യ ഓഡിറ്റിംഗിന് ശേഷമുള്ള നടപടികൾ മാത്രമായിരിക്കും ഇതിലുണ്ടാവുകയെന്ന് സർക്കാർ സൂചിപ്പിക്കുന്നു. അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ പഴയ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെ അതേപടി പിന്തുടരാൻ പുതിയ സർക്കാർ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നത് ഇതിലൂടെ വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അടിവരയിട്ട് പറഞ്ഞതുപോലെ ഇത് നയങ്ങളുടെ മാറ്റത്തിന്റെ കാലമാണ്. മുൻ സർക്കാരിന്റെ കാലത്തുണ്ടായ ധനധൂർത്തും പാളിച്ചകളും തിരുത്തിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പുതിയ യുഡിഎഫ് നയങ്ങളായിരിക്കും ഇനി മുതൽ കേരളം കാണാൻ പോകുന്നത്. കിഫ്ബി പോലുള്ള വലിയ പദ്ധതികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഒരു പ്രത്യേക സമിതിയെ വെച്ച് പഠിക്കാൻ തീരുമാനിച്ചതും ഈ നയപരമായ മാറ്റത്തിന്റെ ഭാഗമായാണ്. വികസനത്തിന്റെ പേര് പറഞ്ഞ് രൂപീകരിച്ച കിഫ്ബി പോലുള്ള ഏജൻസികൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ മാത്രം 100 കോടിയിലധികം രൂപയാണ് വെറും പരസ്യങ്ങൾക്കായി ദൂർത്തടിച്ചത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പരസ്യ ചെലവ് രേഖപ്പെടുത്തിയത് 2024-25 സാമ്പത്തിക വർഷത്തിലാണ്. 37 കോടി 51 ലക്ഷത്തിലധികം രൂപയാണ് ഈ ഒരൊറ്റ വർഷം കൊണ്ട് മാത്രം പരസ്യങ്ങൾക്കായി കിഫ്ബി വിഴുങ്ങിയത്. നടപ്പ് സാമ്പത്തിക വർഷമായ 2025-26 ഡിസംബർ മാസം വരെയുള്ള കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ പോലും 14 കോടി 53 ലക്ഷത്തിലധികം രൂപ ഇതിനോടകം തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു. സാധാരണക്കാരന്റെ നികുതി പണവും വികസനത്തിനായി മാറ്റിവെക്കേണ്ട തുകയും ഇത്തരത്തിൽ PR വർക്കുകൾക്കായി ഉപയോഗിച്ചതിനെതിരെ വി.ഡി. സതീശൻ ശക്തമായ അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പരസ്യദൂരത്തിൽ ഏറ്റവും വലിയ തുക കൈപ്പറ്റിയിരിക്കുന്നത് കേരളം എന്ന പരിപാടിയുടെ ഇനത്തിലാണ്. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച കേരളീയം പരിപാടിക്ക് വേണ്ടി 2024-25 വർഷത്തിൽ മാത്രം 24 കോടി 66 ലക്ഷത്തിലധികം രൂപയാണ് കിഫ്ബി നൽകിയത്. കേരളീയത്തിന് പുറമെ ലിമാക്സ് അഡ്വർടൈസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഏജൻസിക്കും വലിയ തുകയാണ് കിഫ്ബി കൈമാറിയിട്ടുള്ളത്. 2024-25 വർഷത്തിൽ 5 കോടി 81 ലക്ഷം രൂപയും അതിന് തൊട്ടു മുമ്പത്തെ വർഷം 5 കോടി 38 ലക്ഷം രൂപയും ഈ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ദേശാഭിമാനി പബ്ലിക്കേഷൻസിന് നടപ്പ് വർഷത്തിൽ ഡിസംബർ വരെ 48 ലക്ഷത്തോളം രൂപയും നൽകിയതായി രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾക്കും ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾക്കും കിഫ്ബി വലിയ തുകയാണ് പരസ്യങ്ങൾക്കായി നൽകിയിട്ടുള്ളത്. 2021-22 വർഷത്തിൽ മാതൃഭൂമിക്ക് 1 കോടി 84 ലക്ഷം രൂപയും മലയാള മനോരമയ്ക്ക് 38 ലക്ഷത്തിലധികം രൂപയും നൽകിയിട്ടുണ്ട്. ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ ദേശീയ പത്രങ്ങൾക്കും ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയാണ് കിഫ്ബി പരസ്യങ്ങൾക്കായി മാറ്റിവെച്ചത്. കിഫ്ബി നേരിട്ടോ അല്ലാതെയോ ചെലവഴിച്ച തുകയാണ് ഈ കണക്കുകളിൽ എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നത്. വികസനത്തിന്റെ പേരിൽ സംസ്ഥാനത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയ കഴിഞ്ഞ സർക്കാരിന്റെ ശൈലിയാണ് ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിന് പകരമായി കൃത്യമായ പ്ലാനിങ്ങോടും ധനകാര്യ അച്ചടക്കത്തോടും കൂടിയുള്ള ബദൽ നയങ്ങൾ യുഡിഎഫ് സർക്കാർ നടപ്പിലാക്കും. കിഫ്ബിയെ കുറിച്ചുള്ള ഈ വിശദമായ പഠനവും അതിന്മേൽ എടുക്കാൻ പോകുന്ന നയപരമായ തീരുമാനങ്ങളും പിണറായി വിജയൻ സർക്കാരിന്റെ സാമ്പത്തിക മോഡലിന്മേലുള്ള പുതിയ സർക്കാരിന്റെ ശക്തമായ തിരുത്തലായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.